വീണ്ടും നേരം വെളുത്തു. നമ്മൾ രാവിലെ തെണ്ടിത്തിരിയാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണ്. ഇപ്പൊ പിള്ളേരുടെ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കണം. ഇപ്പൊ 1-2 മാസമായി മുടി വെട്ടിട്ട്. ആകെ നോക്കി ഇതൊരു പരുവമായിട്ടിരിക്കുകയാണ്. അപ്പൊ എന്തോ ബിസി വർക്സിലാണല്ലോ. എന്നോട് പോവാ. നന്നായിട്ട് മുടി വെട്ടാൻ അറിയുന്നവർ മുടി വെട്ടിയാൽ പെട്ടെന്ന് വെട്ടി തീർക്കുമെന്ന് പറയുന്നത് കറക്റ്റാണ് കേട്ടോ. ഇവരുടെ 2 പേരുടെ മുടി വെട്ടാൻ അധികം സമയമൊന്നും എടുത്തില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തൊരു ബാർബർ ഷോപ്പാണ്. നല്ല ഭംഗിയായിട്ട് മുടി വെട്ടി അവർ പറഞ്ഞ രീതിയിലുള്ള കട്ടും വരയിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി. നെക്സ്റ്റ് ടൈം ഇവിടെ തന്നെ വരണമെന്ന് അവർ പറയുന്നത്. പിന്നെ ഞങ്ങൾ 1-2 സാധനം മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കടയിലൊക്കെ കയറി നേരെ മിൽക്കാട് അവിടോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൾ ഞങ്ങൾക്ക് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ആണ്ട് വീട്ടിൽ ചെന്ന് ഇനിയൊന്നും ഉണ്ടാക്കണ്ട. ഒരു പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻ ഒന്നും അല്ലെങ്കിലും എനിക്ക് ഇവൾ ഐബ്രോസ് എടുത്താലേ സെറ്റ് ആവത്തുള്ളൂ കേട്ടോ. എൻ്റെ തൊട്ട് പുറകെ മമ്മി ഇരുന്നിട്ടുണ്ട്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവൾ ഈ ടാറ്റ കാണിക്കുന്നത് കണ്ടാൽ ഞങ്ങളെന്തോ അന്താരാഷ്ട്ര ട്രിപ്പ് പോകുന്നത് പോലൊക്കെയാണ്. അപ്പം പിന്നെ സ്ഥിരം നമ്മുടെ 4 മണി പലഹാരത്തിൻ്റെ സമയമായി കേട്ടോ. അരിഞ്ഞു വെച്ച ക്യാബേജും ക്യാരറ്റും സവാളയും കൂടെ ഒരു പാനിൽ ബട്ടർ ഒഴിച്ച് അതിൻ്റെ അകത്തോട്ട് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി വെന്ത് പോകണ്ട, ഒരു ഹാഫ് കുക്കായാൽ മതി കേട്ടോ. ഒപ്പം പനീർ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും അതൊന്ന് പാനിലിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മയണൈസിന് ഒട്ടും പിശുക്ക് കാണിക്കണ്ട കേട്ടോ. എൻ്റെ കയ്യിലെ സാധനം ഇല്ലാണ്ടായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ അത്രേ ഒഴിച്ചുള്ളൂ. മയണൈസ് ഒഴിച്ചാലേ ടേസ്റ്റ് ആവത്തുള്ളൂ. പിന്നെ നമ്മൾ ബ്രെഡ് 2 എണ്ണം ചേർത്ത് വെച്ച് മുറിച്ചപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇരിക്കും അതിൻ്റെ അരികെ അന്നേരമേ. എന്നിട്ട് നമ്മൾ മുട്ടയ്ക്കകത്ത് മുക്കി ബ്രെഡ് പൊടിക്കകത്ത് മുക്കി ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ആവശ്യാനുസരണം ഏത് ഷേപ്പ് വേണേലും കോണായിട്ട് മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ നടുവേ കീറി ഇങ്ങനെ എടുക്കാം. അപ്പം നമുക്കൊരു പോക്കറ്റ് പോലെ ഇങ്ങനെ തുറന്ന് കിട്ടും കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ ഇതിൻ്റെ പേര് ബ്രെഡ് പോക്കറ്റ് എന്നാണ് പറഞ്ഞപ്പം ബ്രെഡ് മേടിച്ചിട്ട് പോക്കറ്റിലിട്ടുകൊണ്ട് ഓടുന്നതിനെയാണോ ബ്രെഡ് പോക്കറ്റ് എന്ന് ചോദിച്ച മമ്മിയുടെ ചോദ്യത്തിന് മുമ്പ് ഞാനൊന്ന് പതറിപ്പോയി കേട്ടോ. എന്നാലും സാരമില്ല, ഇത് കണ്ടപ്പോൾ മമ്മിയുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നല്ല ചായയും ബ്രെഡ് പോക്കറ്റും ഒക്കെ കഴിച്ചു. എല്ലാവരും വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. ബൈ ബൈ.